നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പി.വി. അൻവർ കോൺഗ്രസിൽ ചേർന്നിരുന്നെങ്കിൽ 25,000-ൽ കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചേനെയെന്ന മുൻ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തലയുടെ വാദത്തെ പൊളിച്ചടുക്കി പ്രതിപക്ഷ നേതാവ് വി.ഡി. സതീശൻ. എന്നാൽ രമേശ് ചെന്നിത്തല പറഞ്ഞത് വി.ഡി. സതീശൻ ക്യാപ്റ്റൻ ആണെന്നാണ്. എന്നാൽ ഞാൻ ക്യാപ്റ്റൻ ആണെങ്കിൽ അദ്ദേഹം മേജർ ആയിരിക്കുമെന്നും വി.ഡി. സതീശൻ പറഞ്ഞു. കൂടുതൽ വിശദാംശങ്ങളിലേക്ക്. ഇത് വളരെ വൈകി. കാരണം 22/5-നാണ് 5-ാം മാസം മെയ് 22-ാം തീയതിയാണ് ഈ ആദ്യത്തെ സംഭവം. RSS നേതാവ് ഗുരുമൂർത്തിയെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി രാജ്ഭവനിൽ പ്രസംഗിപ്പിച്ച് മുൻ പ്രധാനമന്ത്രിമാരെ അധിക്ഷേപിച്ച് സംസാരിച്ചത്. അപ്പോൾ ഞങ്ങൾ പറഞ്ഞു രാഷ്ട്രീയ പ്രചരണത്തിൻ്റെ വേദിയാക്കി മാറ്റരുത് രാജ്ഭവൻ. പിന്നീടാണ് മന്ത്രി പ്രസാദുമായിട്ട് വിഷയമുണ്ടായത്. പോളിംഗിൻ്റെ അന്നാണ്, നിലമ്പൂർ പോളിംഗിൻ്റെ അന്നാണ് ശിവൻകുട്ടി മന്ത്രിയുമായി വിഷയമുണ്ടായത്. അപ്പോഴൊക്കെ മൗനത്തിൻ്റെ വാത്മീകത്തിലാണ് മുഖ്യമന്ത്രി വിളിച്ചത്. ഇപ്പോഴാണ് പ്രൊട്ടസ്റ്റ് കൊടുക്കുന്നത്. ഔദ്യോഗികമായൊരു പ്രൊട്ടസ്റ്റ് അന്ന് കൊടുക്കണമായിരുന്നു. രാജ്ഭവനെ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുമുള്ള വേദിയാക്കി മാറ്റരുത്. ഗവർണറുടെ പരിപാടികൾ, ഔദ്യോഗിക പരിപാടികൾ രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനുമുള്ള വേദികളാക്കി മാറ്റരുത്. രാജ്ഭവനും അതാകരുത്, അദ്ദേഹത്തിൻ്റെ പരിപാടികളും അങ്ങനെയായി മാറരുത്. അദ്ദേഹത്തിന് ഒരു രാഷ്ട്രീയ ആഭിമുഖ്യമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് അത് തുടരാം. പക്ഷെ അദ്ദേഹം ഇരിക്കുന്ന സ്ഥാനത്തെ അതിന് ദുരുപയോഗപ്പെടുത്താൻ പാടില്ല. അദ്ദേഹം RSSകാരനാണെങ്കിൽ RSSകാരനായി തുടരാം. രാഷ്ട്രീയ ആഭിമുഖ്യമുണ്ടെങ്കിൽ രാഷ്ട്രീയ ആഭിമുഖ്യം തുടരാം. പക്ഷേ ഔദ്യോഗിക പദവിയിൽ ഇരുന്നു കൊണ്ട് ആ രാഷ്ട്രീയ താല്പര്യങ്ങളും മത താല്പര്യങ്ങളും സംരക്ഷിക്കാൻ ഗവർണർ ചെയ്യാൻ പാടില്ല. ഇത് മതേതര കേരളമാണ് എന്ന് ഗവർണറെയും അതിൻ്റെ പിന്നിൽ നിൽക്കുന്ന ആളുകളെയും ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട ഉത്തരവാദിത്വം കേരളത്തിലെ മുഖ്യമന്ത്രിക്കും ഭരണകൂടത്തിനുമാണ്. ഇപ്പം കൊടുത്തത് നന്നായി, പക്ഷേ വൈകിപ്പോയി. അതാ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സംഘർഷത്തിലേക്കൊന്നും കേരളത്തെ വലിച്ചഴക്കാൻ പാടില്ല. ഗവർണറുടെ പരിപാടികൾ ഔദ്യോഗിക പരിപാടികളല്ലേ, ഗവർണർക്ക് പ്രൈവറ്റ് പരിപാടികളില്ലല്ലോ, ഔദ്യോഗിക പരിപാടികളാണ്. ആ ഔദ്യോഗിക പരിപാടികളൊന്നും ഇങ്ങനെയുള്ള പ്രചരണങ്ങളുടെ വേദിയാക്കി മാറ്റി എപ്പോഴും സംഘപരിവാർ ശ്രമിക്കുന്നത് ഒരു വർഗീയ ധ്രുവീകരണത്തിന് വേണ്ടിയിട്ടാണ്, കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടിയിട്ടാണ്. നമ്മളെല്ലാം പൊളിറ്റിക്കൽ പോളറൈസേഷന് വേണ്ടി ശ്രമിക്കുമ്പോൾ അവർ കമ്മ്യൂണൽ പോളറൈസേഷന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. അവരുടെ അതേ നറേറ്റീവിൽ ഗവൺമെൻറ്റും CPM-ഉം പോകരുത്. ഗവൺമെൻറ്റിന് ഇതെല്ലാം പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ബാധ്യതയുണ്ട്. മുഖ്യമന്ത്രിക്ക് അതിൻ്റെ ബാധ്യതയുണ്ട്. മുഖ്യമന്ത്രി ആ ഉത്തരവാദിത്വം നിറവേറ്റി ഈ കേരളത്തിലെ മതസൗഹാർദ്ദത്തെ കളങ്കപ്പെടുത്താൻ ഉള്ള ഒരു പണിക്കും കൂട്ടുനിൽക്കരുത്. ശക്തമായി നിൽക്കണം. ഗവൺമെൻറ് പറഞ്ഞാൽ അതിൻ്റെ കൂടെ ഞങ്ങൾ നിൽക്കും. ഇതെല്ലാം പരസ്പരം അറിഞ്ഞുകൊണ്ട് ചെയ്യുന്ന കാര്യങ്ങളാണെന്ന് ആർക്കാ അറിയാത്തത്? എന്നിട്ട് പിന്നെ നാടകം കളിക്കുകയല്ലേ, പിന്നീടുള്ള നാടകങ്ങളല്ലേ. അത് കൊടുത്തത് അറിയില്ല, എന്താണ് കൊടുത്തതെന്ന്. ഇത്തരം ഒരു പരിപാടിക്ക് സർവകലാശാല ഹാൾ കൊടുക്കാമോ? ഒരു മതപരമായ പ്രചരണം നടത്തുന്ന തരത്തിൽ അങ്ങനെ ചെയ്യുന്നൊരു സംഘടനയല്ലേ കൊടുത്തത്. അവരുമായിട്ട് ആഭിമുഖ്യം പുലർത്തുന്ന, എന്നിട്ട് ഇതിനെ ഒരു സംഘർഷ വേദിയാക്കി മാറ്റാൻ അതെല്ലാം അവർ ശ്രമിക്കുന്നത് ഈ ഭിന്നിപ്പിന് വേണ്ടിയിട്ടാണ്. ഹെയ്റ്റ് ക്യാമ്പയിനാണ് ഇത്, വിദ്വേഷത്തിൻ്റെ ക്യാമ്പയിനാണ്. ഭിന്നിപ്പിന് വേണ്ടിയിട്ടാണ് ശ്രമിക്കുന്നത്. കൊടുക്കരുത്. അതിശക്തമായ പ്രതിഷേധം അറിയിക്കണം. രാജ്ഭവനും ഗവർണർ സ്ഥാനവും രാഷ്ട്രീയ പ്രചരണത്തിനും മതപ്രചരണത്തിനും ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ ഉപയോഗിച്ചതിൻ്റെ ശക്തമായ പ്രൊട്ടസ്റ്റ് രജിസ്റ്റർ ചെയ്യണം. അതോടൊപ്പം ഇനി ഇത് ആവർത്തിക്കാൻ പാടില്ല എന്ന് പറയണം. കേരളം ഒന്നിച്ചെന്ന് പറയുമല്ലോ. ഒരു സാംസ്കാരിക സംഘടന സെനറ്റ് ഹാള് പരിപാടി നടത്തുന്ന അത് സ്വകാര്യ പരിപാടിയാണ്. അതിൽ ഗവർണർ അതിഥിയായി എത്തുന്നു. അതിൽ ഒരു ഭാരതാംബ ചിത്രത്തിൽ വിളക്ക് കത്തിക്കുന്നതിന് കോൺഗ്രസും പ്രതിപക്ഷവും എന്തർത്ഥത്തിലാണ്? അതല്ലല്ലോ, അങ്ങനെയല്ലല്ലോ. കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഇതല്ലേ നടത്തുന്നത്. ഗവർണറുടെ നേതൃത്വത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിൽ ഈ വിവാദങ്ങളല്ലേ. ഔദ്യോഗിക പരിപാടിയിൽ അങ്ങനെ ചെയ്യുന്നു. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഓപ്പറേഷൻ സിന്ദൂർ പ്രഭാഷണ പരമ്പര നടത്തുന്നതിൽ ഒരു തെറ്റുമില്ല. അതിൽ പ്രതിരോധ വിദഗ്ധരെ കൊണ്ടുവരാം, അല്ലേ, ഫോറിൻ അഫയേഴ്സ് എക്സ്പേർട്ടുകളെ, വിദേശകാര്യ വിദഗ്ധരെ കൊണ്ടുവരാം. എന്നിട്ട് ഇന്ത്യ എടുത്ത സ്റ്റാൻഡോ നിലപാടിനെയോ ന്യായീകരിക്കുകയോ അതിനെ അതിശയോക്തിപരമായി പൊലിപ്പിച്ചാണെങ്കിൽ എന്ത് വേണം ചെയ്തോട്ടെ, അത് തെറ്റില്ല. പക്ഷേ അറിയപ്പെടുന്ന ഒരു RSS നേതാവിനെ കൊണ്ടുവന്നിട്ട് 2 മുൻ പ്രധാനമന്ത്രിമാരെ രാജ്ഭവൻ്റെ ക്യാമ്പസിൽ വെച്ച് അധിക്ഷേപിച്ച് സംസാരിക്കുന്നതിൻ്റെ രാഷ്ട്രീയം എന്താ? അത് നടക്കില്ല കേരളത്തിൽ, അത് നടക്കില്ല.
നിലമ്പൂരിൽ വലിയൊരു ഭൂരിപക്ഷത്തിലാണ് വിജയിച്ചിരിക്കുന്നത്. 11,000 എന്ന് പറയുന്ന നിലമ്പൂരിലെ കണക്ക് വെച്ച് നോക്കുമ്പോൾ ചെറുതല്ല. കാരണം അയാൾ പോലും 6,000 വോട്ടിന് ജയിച്ചിട്ടുണ്ട്. പിന്നെയും എന്തിനാണ് ചിലരൊക്കെ അൻവർ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പിന്നെയും ആ വിജയത്തിനെ മാറ്റിമറിക്കുന്നതല്ലേ അത്തരം? അല്ല, അതൊന്നും ആരും ഇനി പറയില്ല. അത് പറഞ്ഞവരെല്ലാം അത് മാറ്റി പറഞ്ഞിട്ടുണ്ട്. ഇനി ആരും അത് പറയില്ല. ഞാൻ പറഞ്ഞല്ലോ, അത് UDF എടുത്തൊരു തീരുമാനമാണ്. ആ വാതിൽ അടച്ചു. പിന്നെ ഇപ്പോൾ അത് മുൻഗണനയിലൊന്നുമില്ല. ആ വിഷയം നമ്മുടെ മുൻഗണനയിലൊന്നും പ്രയോറിറ്റിയിലൊന്നും ആ വിഷയം ഇപ്പം ഇല്ല. അല്ല, ഏതെങ്കിലും കാലത്ത് അങ്ങനെ ആ വിഷയം വന്നാൽ അപ്പോൾ UDF കൂടി അത് ചർച്ച ചെയ്യുക, അത്രയേ ഉള്ളൂ. ഇപ്പം ഇല്ല. എന്തായാലും ദാറ്റ് ഡോർ ഈസ് ക്ലോസ്ഡ്. ഞാൻ പറഞ്ഞു, അതെല്ലാവരും അതൊക്കെ എല്ലാവരും കറക്റ്റ് ചെയ്ത് പറഞ്ഞിട്ടുണ്ട്. എല്ലാവരും അതൊക്കെ ഓരോരുത്തരുടെ വ്യക്തിപരമായ അഭിപ്രായം. അതിനൊക്കെ ഞാനെങ്ങനെ മറുപടി പറയുന്നത്? ഓരോരുത്തർ വ്യക്തിപരമായി പറയുന്ന ഇത്ര വലിയ പ്രസ്ഥാനമാണ് ഇതൊക്കെ. ആരെങ്കിലും നിങ്ങൾ അതിൽ നിന്ന് ചിലപ്പോൾ അടർത്തിയെടുത്തായിരിക്കും. ഞാൻ കണ്ടില്ല അത്. അദ്ദേഹത്തിനൊക്കെ അദ്ദേഹം എന്നോട് സംസാരിച്ചിട്ടുണ്ടല്ലോ. നല്ല ക്ലാരിറ്റി ഉള്ള ആളാണ് ഡോക്ടർ MK മുനീർ. നല്ല ക്ലാരിറ്റി. എന്നോട് സംസാരിച്ചപ്പോൾ നല്ല ക്ലാരിറ്റി ഉണ്ടായിരുന്നു. നല്ല കൃത്യമായിട്ട് ആ നിലപാട് UDF എടുത്ത സമയത്ത് അദ്ദേഹം വളരെ വ്യക്തതയോടുകൂടി ഈ കാര്യങ്ങൾ എന്നെ കൂടി അദ്ദേഹം ബോധ്യപ്പെടുത്തിയിട്ടുണ്ട്. കറക്റ്റായിട്ട് പറഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായം അതാണ്. ഞാൻ എന്നോട് പറഞ്ഞതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. എല്ലാ കാര്യത്തിനും വ്യക്തതയുള്ള ആളാണ് അദ്ദേഹം. അത് വേറെ ഈ തോറ്റേൻ്റെ ക്ഷീണം അല്ലല്ല, ഈ തോറ്റേൻ്റെ ക്ഷീണം മാറ്റാൻ വേണ്ടി ഞാൻ ചോദിക്കട്ടെ, മുസ്ലിം സംഘടനകൾ ഇപ്പോൾ പ്രവാചകൻ്റെ ഇതിലല്ലേ എല്ലാവരും കൂടി ഒരുമിച്ചായ പോലെ ഒരുപാട് സംഘടനകളുണ്ട്. മുസ്ലിം സംഘടനകൾ, സുന്നി സംഘടനകൾ തന്നെ 2 ഉണ്ട്, മുജാഹിദ് 3 ഉണ്ട്, ജമാഅത്ത് ഇസ്ലാമി വേറെയുണ്ട്. അവർക്ക് എല്ലാവർക്കും ഒരു അഭിപ്രായമാണെങ്കിൽ 6 സംഘടനകളുടെ ആവശ്യം ഉണ്ടായിരുന്നു. അല്ല, നിങ്ങൾ സിമ്പിളായിട്ട് ചോദിക്കും. അവരൊക്കെ തമ്മിൽ ആശയപരമായ ചില കാര്യങ്ങളിലൊക്കെ അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളും ഉള്ളതുകൊണ്ടാണല്ലോ അവർ വേറെ സംഘടനയായിട്ട് നിൽക്കുന്നത്. അതിനൊക്കെ ഞാനെങ്ങനെ മറുപടി പറയാം? അല്ലല്ല, എൻ്റെ പരാമർശത്തെ കുറിച്ച് അവരാരും പറയില്ല. ഇല്ല, അതൊക്കെ ഓരോ വ്യക്തികളല്ലേ. അതിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ഒരു മറുപടിയും കൊടുത്തിട്ടുണ്ട്. അത് ഞങ്ങളുടെ അഭിപ്രായമല്ല, അവരുടെ വ്യക്തിപരമായ അഭിപ്രായം. ഞാൻ പറയേണ്ടി വന്നിട്ടില്ല. അതൊക്കെ ഇലക്ഷൻ കാലത്ത് കുറേ ഓടിച്ചു നോക്കിയതാണ് സാധനം. ഇത് ഭയങ്കരമായിട്ടൊന്ന് ഓടിച്ചു നോക്കിയതാണ്. കാരണം മെയിൻ നറേറ്റീവ്, പൊളിറ്റിക്കൽ നറേറ്റീവിൽ നിന്ന് മാറ്റാൻ വേണ്ടിയിട്ട് ഞാൻ അന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ, ഈ മോളിൽ കിടന്ന് കാണിക്കുന്നതൊന്നുമല്ല. നിങ്ങൾ ചില ചാനലുകളുണ്ട് ആ കൂട്ടത്തിൽ ഇല്ലാത്ത കഥയൊക്കെ ഉണ്ടാക്കി രാവിലെ ഒരു വാർത്തയില്ലെങ്കിൽ ആകാശത്ത് നിന്ന് മറ്റേ ഭസ്മം ഉണ്ടാക്കുന്നത് പോലെ പുതിയ വാർത്തകൾ സൃഷ്ടിച്ച് നിങ്ങളും കുറേ പണിയൊക്കെ നോക്കി. പക്ഷെ ഞങ്ങൾ പറഞ്ഞില്ലേ, ഞങ്ങളുടെ പൊളിറ്റിക്കൽ നറേറ്റീവ് എങ്ങനെ ജനങ്ങളിലേക്ക് എത്തിക്കാം എന്ന് UDF-ന് എല്ലാ വീട്ടിലും ഞങ്ങളത് എത്തിച്ചിട്ടുണ്ട്. അതിൻ്റെ പ്രതികരണമാണ് തെരഞ്ഞെടുപ്പ് ഫലം. തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട മാറ്റാൻ വേണ്ടി ഒരുപാട് പേര് ശ്രമിച്ചു. ഞങ്ങൾ പറഞ്ഞല്ലോ, തെരഞ്ഞെടുപ്പിൻ്റെ അജണ്ട UDF തീരുമാനിക്കും. UDF ആ അജണ്ട അനുസരിച്ച് UDF-ൻ്റെ പൊളിറ്റിക്കൽ നറേറ്റീവ് എത്തും. നിങ്ങൾ ഇന്നലത്തെ CPM-ൻ്റെ സെക്രട്ടേറിയറ്റ് യോഗത്തിൽ ഉള്ള ചർച്ചകളെക്കുറിച്ച് കൂടി ഇടയ്ക്ക് അന്വേഷിക്കുക. ഈ KPCC യോഗം കൂടുമ്പോൾ അതിലെ വാർത്തയൊക്കെ എടുത്ത് പുറത്തേക്ക് കൊടുക്കുന്നുണ്ടല്ലോ, ഉള്ളതില്ലാത്തതൊക്കെ. അതുപോലെ ഇന്നലെ സെക്രട്ടേറിയറ്റ് CPM-ൻ്റെ കൂടിയത് ഒന്ന് അന്വേഷിക്കുക. എന്തൊക്കെയാണ് അവർ ചർച്ച ചെയ്തത്. ഞാൻ എന്താ പറഞ്ഞത്? ടീം UDF ആണ്. ടീം UDF ഒറ്റ വാചകം ഞാൻ പറഞ്ഞിട്ടില്ല. വ്യക്തി കേന്ദ്രീകൃതമല്ല തെരഞ്ഞെടുപ്പ് വിജയം. ടീം UDF ആണ്. എന്നെ ക്യാപ്റ്റൻ എന്ന് വിളിച്ചിട്ടുണ്ടെങ്കിൽ രമേശ് ചെന്നിത്തല ക്യാപ്റ്റനല്ല, അദ്ദേഹം മേജറാണ്. മാധ്യമങ്ങളുടെ ചോദ്യങ്ങൾക്ക് പ്രതികരിച്ച് മറുപടി പറയുകയായിരുന്നു പ്രതിപക്ഷ നേതാവ് VD സതീശൻ. ക്യാമറമാൻ അനിൽകുമാറിനൊപ്പം അനശ്വര MP, വിസ്മയ ന്യൂസ്, തിരുവനന്തപുരം.